നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് ആടിയുലഞ്ഞു. യാത്രക്കാർക്ക് പരിക്ക്. ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രക്കിടെ സംഭവിച്ചത്. എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട നിരവധി യാത്രക്കാർക്കാണ് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യാത്രാമധ്യേ ആടിയുലഞ്ഞതിനെ തുടർന്ന് പരിക്കേറ്റവർക്ക് വിമാനത്തിൽ വെച്ച് തന്നെ ക്യാബിൻ ക്രൂ അടിയന്തര വൈദ്യസഹായം നൽകി. ചൊവ്വാഴ്ചയാണ് ഈ സംഭവം എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി സിഡ്നി എയർ ഇന്ത്യ വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ B787-800 വിമാനമാണ് യാത്രാമധ്യേ ആകാശ ചുഴിയിൽപ്പെട്ടത്. 7 പേർക്ക് പരിക്കേറ്റെന്നാണ് DGCAയുടെ വിശദീകരണം. പരിക്കേറ്റവർക്ക് സിഡ്നി വിമാനത്താവളത്തിൽ എത്തിയും ചികിത്സ നൽകി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ വീട്ടിലേക്ക് അയച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ആരുടെയും പരിക്ക് സാരമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് DGCA പറഞ്ഞു. വിമാനയാത്രയ്ക്കിടെ 7 യാത്രക്കാർക്ക് ചെറിയ ഉളുക്ക് സംഭവിച്ചിട്ടുണ്ട്. യാത്രയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും സഹായത്തോടെ ക്യാബിൻ ക്രൂ ഓൺ ബോർഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉപയോഗിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വായുവിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണം വിമാനങ്ങൾ യാത്രക്കിടെ ഉലയുന്നത് സാധാരണമാണെങ്കിലും അത് യാത്രക്കാർക്ക് പരിക്കുണ്ടാകും വിധം ശക്തമാകുന്നത് അപൂർവമാണ്. സംഭവത്തെക്കുറിച്ച് എയർ ഇന്ത്യയും വ്യോമയാന മന്ത്രാലയവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഖത്തർ എയർവേസ് വിമാനവും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യാത്രക്കിടെ ആകാശ ചുഴിയിൽപ്പെട്ടു. സംഭവത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് വിമാനം അടിയന്തിരമായി നിലത്തിറക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ദോഹയിൽ നിന്ന് ഇന്തോനേഷ്യയിലെ ഡെൻപസറിലേക്ക് പുറപ്പെട്ട QR-960 വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത്. തുടർന്ന് ബാങ്കോക്കിൽ അടിയന്തരമായി നിലത്തിറക്കി പരിക്കേറ്റ യാത്രക്കാർക്ക് വൈദ്യസഹായം ലഭ്യമാക്കി. യാത്രാമധ്യേ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് ചില യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും വിമാനം സുരക്ഷിതമായി ബാങ്കോക്കിൽ ഇറക്കി ഇവർക്ക് ചികിത്സ ലഭ്യമാക്കുകയായിരുന്നുവെന്ന് ഖത്തർ എയർവേസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന മുറയ്ക്ക് അറിയിക്കുമെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട അറിയിപ്പിൽ ഖത്തർ എയർവേസ് പറഞ്ഞത്. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ഭക്ഷണവും താമസ സൗകര്യവും ഖത്തർ എയർവേസ് ഒരുക്കിയിട്ടുണ്ടെന്നും വ്യാഴാഴ്ച ഇവരെ ഡെൻപസറിലേക്ക് കൊണ്ടുപോകുമെന്നുമാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.